അതിരാണിപ്പാടത്തു നിന്നും 3-4 മൈൽ ദൂരെയാണ് കുട്ടാപ്പു മൂപ്പരുടെ താമസം. ചിലപ്പോൾ അയാൾ തൻ്റെ പുരത്തറ പരിശോധിക്കാൻ വരും. മിക്കവാറും മാസത്തിലൊരിക്കലായിരിക്കും ഈ സന്ദർശനം. കറുത്തു മെലിഞ്ഞ് ക്ഷയരോഗിയെപ്പോലെ അർദ്ധപ്രാണനായ കുട്ടാപ്പു കഴുത്തിലൊരു തോർത്തു മുണ്ടും ചുറ്റിക്കെട്ടി കുന്നു ചുമന്നുകൊണ്ട് അവിടെ വന്ന് നിൽക്കും. പിന്നെ അയാൾ തറയിൽ കയറിയിരുന്ന് നിരങ്ങും. തറയുടെ മീതെയും മുക്കിലും മൂലയിലും മുളച്ചു വളർന്ന പുല്ലുകളെല്ലാം പറിച്ചു നീക്കുന്ന പണിയാണ്. പുല്ലുകൾ പറിച്ചു നീക്കി തറയും പരിസരങ്ങളുമെല്ലാം തൂത്തുവാരി ക്ലീനാക്കി അവിടെ തൻ്റെ പുത്തൻ ഭവനത്തെ ഭാവനയിൽ ദർശിച്ചുകൊണ്ട് കുട്ടാപ്പു മൂപ്പർ മണിക്കൂറുകളോളം അങ്ങനെ തന്നെ കണ്ണും മിഴിച്ച് നിൽക്കും. പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് കുട്ടാപ്പുവിൻ്റെ പുരത്തറ പോലെ എന്നൊരു ചൊല്ല് അതിരാണിപ്പാടത്ത് പ്രചാരത്തിൽ വരികയും ചെയ്തു. ശ്രീധരൻ പടിഞ്ഞാറേ കണ്ടത്തിലേക്ക് ഒറ്റയ്ക്ക് പ്രവേശിക്കാൻ പേടിയാണ്. പഴയ വെള്ളത്താടിക്കാരനെ പറ്റിയുള്ള ഓർമ്മ കൂട്ടുകാരുണ്ടെങ്കിൽ പോകും. കുട്ടാപ്പു മൂപ്പരുടെ പുരത്തറ കുട്ടികൾക്ക് നല്ലൊരു കളിത്തട്ടാണ്. പെരിക്കാലൻ അയ്യപ്പൻ്റെ മകൻ ചാത്തുണ്ണിയായിരുന്നു ശ്രീധരൻ്റെ പ്രധാന കളിച്ചങ്ങാതി. ചാത്തുണ്ണിക്ക് ശ്രീധരനേക്കാൾ 4-5 വയസ്സ് പ്രായക്കൂടുതലുണ്ടായിരുന്നു. കറുത്തു തടിച്ച ഒരു കരുത്തനായിരുന്നു ചാത്തുണ്ണി. കുട്ടാപ്പു മൂപ്പർ ആളുകളോട് ഇണക്കമില്ലാത്തൊരു മോറനായിരുന്നു. കുട്ടികളോട് ഒരു ദയവും കാട്ടുകയില്ല. ചാത്തുണ്ണി അയാളെ പിശാശ് എന്നാണ് വിളിച്ചിരുന്നത്. ആ പറമ്പിൽ ഒരു പുരത്തറയും കുറേ പുല്ലുമല്ലാതെ വേറൊന്നുമില്ല. മറവോ വേലിയോ ഇല്ലാത്തൊരു പൊട്ട നിലം. എന്നാലും തൻ്റെ സ്ഥലത്ത് ആരെങ്കിലും പ്രവേശിക്കുന്നത് കുട്ടാപ്പുവിന് ഇഷ്ടമല്ല. കുട്ടികളെ പറമ്പിൽ കണ്ടാൽ അയാൾ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും. അതിനാൽ പിശാച്